നാട്ടിൽ പോകാൻ ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നാട്ടിൽ പോയാൽ അമ്മ ചക്ക വരട്ടിയത് തന്നു വിടാറുണ്ട്. അപ്പോൾ ഇത്തവണ ചക്ക വരട്ടുമ്പോൾ അമ്മ കുറേ പീസുകളും അതിനകത്ത് ഇട്ടിട്ടായിരുന്നു കേട്ടോ വരട്ടിയത്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ചക്കയപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഇടക്കിടക്ക് ആ ചക്ക കടിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ കരുതിയേ ഇന്ന് അത് വെച്ച് കുറച്ച് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന്. ഇന്നലെ കുട്ടികൾക്ക് അട ഉണ്ടാക്കി കൊടുത്തതിനകത്ത് കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് പിന്നെ നമ്മുടെ ഈ ചക്ക വരട്ടി ബാക്കി വന്നതും കൂടി ഇട്ട് കൊടുത്തിട്ടേ അതിനകത്തോട്ട് കുറച്ച് റവ ചേർത്ത് കൊടുത്തു. കാരണം അടയുടെ മാവ് നല്ല സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ ചക്കയപ്പത്തിന് അങ്ങനെ പോരാ, അതുകൊണ്ടാണ് റവ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ കുറച്ച് ഏലക്കപ്പൊടി, ജീരകപ്പൊടി, കുറച്ച് നെയ്യും പിന്നെന്താ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി മധുരം കുറഞ്ഞാലോ എന്ന് കരുതിയിട്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു. കുറച്ച് വാഴയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ, അതാണ് ഈ ചക്കയപ്പോൾ അടയൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു പൂതി വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ആ ചക്കയത്തിന് അപ്പത്തിൻ്റെ മാവൊക്കെ ഇതിനകത്തോട്ട് ഇങ്ങനെ പൊതിഞ്ഞൊരു ഒരു പാക്കറ്റ് പോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ടേ ഇനിയിപ്പോൾ എന്താ നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുമ്പോൾ നല്ല അടിപൊളി ഇതിങ്ങനെ ആവി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല ചക്കയുടെ മണം ഇങ്ങനെ വരും. എനിക്ക് തോന്നുന്നു ആ കഷ്ണങ്ങൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണെന്നല്ല, ശരിക്കും ചക്കയുടെ ഫ്രഷ് ചക്ക വെച്ചുണ്ടാക്കുന്ന അതേ ഫ്ലേവറായിരുന്നു, അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിനകത്ത് നിറയെ ചക്കയുടെ പീസുകളുണ്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതേ നല്ല നിറയെ ചക്കയുടെ പീസുകൾ, അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഫ്രഷ് ചക്ക വെച്ചുണ്ടാക്കി അതേ ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഏതായാലും ചക്കയപ്പം ഉണ്ടാക്കി നല്ലൊരു ചായയും കൂടി ഉണ്ടാക്കിയിട്ടേ അതും കൂട്ടി അങ്ങ് നമുക്കൊന്ന് തട്ടാം അല്ലേ. അപ്പോൾ ഇതേ നമ്മുടെ ചക്കയപ്പം കണ്ടോ.